തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് വിറകുപുരക്കോട്ട ഗവൺമെന്റ് UPS കെട്ടിട ഉദ്ഘാടനവും SSK സ്റ്റാർസ് വർണ്ണക്കൂടാരവും സ്കൂൾ തല നിർമ്മാണ ഉദ്ഘാടനവും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. MLA ആന്റണി രാജു അധ്യക്ഷത നിർവഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ രാജേന്ദ്രൻ നായർ, PTA അംഗങ്ങൾ, മറ്റു വിശിഷ്ട അതിഥികളും സ്കൂൾ പ്രിൻസിപ്പലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ ധന്യമുഹൂർത്തം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ അവർ, നമ്മുടെ സ്കൂളിൻ്റെ URC കോർഡിനേറ്റർ, TPC URC കോർഡിനേറ്റർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് മഹത് വ്യക്തിത്വങ്ങളെ, നമ്മുടെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയകുമാർ സാർ അവർ, ശ്രീമതി ശൈല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, അമ്മമാരെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ ഈ സ്കൂളിൻ്റെ മുൻകാല ഞാൻ പറയാതെ തന്നെ അറിയാം. ആദ്യം വെറും 35 കുട്ടികളാണ് ഈ സ്കൂളിൽ ഞാൻ കൗൺസിലറാകുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 100-ൽ പരം കുട്ടികൾ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേർ കുട്ടികളെ അയക്കാമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത അധ്യയന വർഷം ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ കൂടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വളരെ നമ്മുടെ സർക്കാരും നഗരസഭയും ആത്മാർത്ഥമായി നമ്മളോട് സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടുന്ന ഫണ്ടും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ, കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇരുനില കെട്ടിടം ഇനാഗ്രേഷൻ നടത്തിയത്. ആരാധ്യായ മേയറാണ് ഇനാഗ്രേഷൻ നടത്തിയത്. ഈ കെട്ടിടം 2017-18 അന്നത്തെ MLA നമുക്ക് ഒരു 86 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അത് അന്ന് നടത്തുവാൻ കൊറോണയും ഒക്കെ ആയത് കാരണം പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ ആദ്യത്തെ കരാറുകാരൻ ഇത് ഇട്ടിട്ട് പോയി. രണ്ടാമത് വീണ്ടും ഒരു കരാറുകാരൻ വന്നു. അപ്പോൾ ഈ കരാറുകാരൻ കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, ഒരുപാട് നൂലാമാലകളെല്ലാം കടന്നാണ് ഇന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരണമായിട്ടുള്ളത്. പക്ഷേ ഇരുനില കെട്ടിടത്തിനാണ് അന്ന് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തത്. അന്നത്തെ എസ്റ്റിമേറ്റ് തുക അല്ല ഇന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഒരു നില കെട്ടിടമായിട്ട് നിർത്തി ഇന്ന് ഈ ഇനോഗ്രേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി ഇതിനെ ഉള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, മന്ത്രിയുണ്ട്, എല്ലാം പറയും.
എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ മഹത് സംരംഭത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെ MLA ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജ് സാറിനെ ഞാൻ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും സുപരിചിതരാണ് മുൻ മേയറും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ്. നേമം നിയോജക മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം ഏതൊരാവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിരുന്നാലും ഒരു ആക്ഷേപവും കൂടാതെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി. ആ വിദ്യാഭ്യാസ മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രിയെ ഞാൻ വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ AEO ബീനാറാണി, ആ മേഡത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈന മാഡം അവരുടെയും ഈ യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ HMനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡിൻ്റെ CDS മെമ്പർ ലതിക, ADS പ്രസിഡന്റ് വിജയകുമാരി, അതുപോലെ തന്നെ മിനി, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീജ, നമ്മുടെ വാർഡിൻ്റെ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ മുരളീകുമാർ, അദ്ദേഹം ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന FRAയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റെല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗവൺമെന്റ് UP സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനത്തിനായും SSK സ്റ്റാർസ് പ്രീ പ്രൈമറി വണ്ണകൂടാരം നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി, ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന വാർഡിന്റെ കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ നായർ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി ശൈല, AEO ശ്രീമതി ബീനാറാണി, BPC തിരുവനന്തപുരം ശ്രീ അനൂപ്, വിദ്യാഭ്യാസ ഉപദേശക സമിതി കൺവീനർ ശ്രീകുമാർ, PTAയുടെ പ്രസിഡന്റ് ശ്രീ മുരളികുമാർ, ശ്രീമതി സുലേഖ, ശ്രീമതി ശ്രീജ മനോജ്, ശ്രീ മുഹമ്മദ് ഫസിൻ, ശ്രീമതി ചിത്രലേഖ, ശ്രീമതി ശ്രീലത, ശ്രീമതി ജമീല ഹെഡ് മിസ്ട്രസ്, ഇവിടെ ഈശ്വർ പ്രാർത്ഥന ചൊല്ലിയ കുമാരി വൈഷ്ണവി, പ്രിയമുള്ള ഗുരുജനങ്ങളെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പലവരായ നാട്ടുകാരെ, നമ്മുടെ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് കേരളമാകെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തുന്ന സർവതല സ്പർശിയായ വികസനത്തിനാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്നെ കേരളത്തിലെ നിരവധിയായ സ്കൂളുകൾക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾക്കും സ്വകാര്യ സ്കൂളുകളെക്കാൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരുപാട് കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ക്ലാസ് മുറികൾ, സ്മാർട്ട് ലാബുകൾ, ലബോറട്ടറികൾ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾക്കും വന്നു തുടങ്ങി. പ്രൈവറ്റ് സ്കൂളുകളെ വെല്ലുന്ന സ്കൂൾ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. അപ്പോ ജനങ്ങളെ, സാധാരണക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ കുഞ്ഞുങ്ങളെ വലിയ ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ നിന്നും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് മാറ്റാനുള്ള സാഹചര്യം ഒരുങ്ങി. ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്.
എന്തുകൊണ്ടാണ് ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു? നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകരെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട അധ്യാപകരാണ് ഗവൺമെന്റ് സ്കൂളിൽ. ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകർ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? PSC പരീക്ഷ വെച്ച്, ടെസ്റ്റ് എഴുതി, ടെസ്റ്റ് പാസ്സാകുന്നവരിൽ നിന്ന് ഇന്റർവ്യൂ പാസ്സാകുന്നവരെ മാത്രമാണ് ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്നത്. ഈ ഗവൺമെന്റ് സ്കൂളിൽ കിട്ടാത്തവരാണ്, ഈ ജോലി കിട്ടാത്തവരാണ് സ്വകാര്യ സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ മെച്ചപ്പെട്ട അധ്യാപകർ എവിടെയാണ് കിട്ടുന്നത്? ഗവൺമെന്റ് സ്കൂളുകളിലാണ്. അപ്പൊ ഭൗതിക സാഹചര്യം, മെച്ചപ്പെട്ട അന്തരീക്ഷം, ഏറ്റവും നല്ല ക്ലാസ് മുറികൾ, ഏറ്റവും നല്ല അധ്യാപകര്. പക്ഷെ എങ്കിലും നമ്മൾ പണ്ടൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലായിരുന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ സാഹചര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നത് കൊണ്ട് നമുക്ക് സ്വകാര്യ സ്കൂളുകളിലല്ല, അതിനേക്കാളും ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ കുട്ടികളെ കൂടുതൽ ഈ സ്കൂളിലേക്ക് ആകർഷിക്കാൻ കഴിയണം. അതിനനുസരിച്ചുള്ള പദ്ധതി PTA-യും നമ്മുടെ അധ്യാപകരും എല്ലാവരും കൂടി രക്ഷകർത്താക്കൾ ഒരുമിച്ചിരുന്ന് കൂടുതൽ കുട്ടികളെ അടുത്ത വർഷം ഈ 110 എന്നുള്ളത് 220 ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒറ്റയടിക്ക്. പക്ഷെ 110 എന്നുള്ളത് നമുക്കൊരു 160 ആക്കാനുള്ള പരിശ്രമം എല്ലാവരും കൂടെ നടത്തണം. പുറത്തുനിന്ന് കുട്ടികളെ, ദൂരെ നിന്നുള്ള കുട്ടികളെയാണ് വരുന്നതെങ്കിൽ അവർക്ക് നമുക്ക് ബസ് പ്രൊവൈഡ് ചെയ്യാൻ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് MLA ഫണ്ട് ഉപയോഗിച്ച് ബസ് നൽകുന്നതിന് ഞാൻ തയ്യാറാണ്. നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ ഈ മണ്ഡലത്തിലെ തന്നെ സ്വന്തം മന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹം ഇവിടെ നടന്നാൽ എത്തുന്ന ദൂരത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിനോട് പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ സ്കൂളിന്റെ കാര്യം പറഞ്ഞാൽ എന്തും അദ്ദേഹം ചെയ്തു തരും. അപ്പൊ നമ്മുടെ ജോലി എന്താ? കുറെ വിദ്യാർത്ഥികളെ നമുക്ക് എണ്ണം കൂട്ടാൻ കഴിഞ്ഞാൽ എത്ര അധ്യാപകരെ വേണമെങ്കിലും അദ്ദേഹം തരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ നാടിന്റെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അദ്ദേഹത്തിലൂടെ താല്പര്യമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക്, താല്പര്യമുള്ള ഒരു വാർഡ് എന്നുള്ള നിലയ്ക്ക്, അപ്പൊ അദ്ദേഹം കൂടെ മനസ്സ് വെക്കാൻ തയ്യാറുള്ളൊരു സമയത്ത് നമുക്ക് ഇതുപോലെ അനുകൂലമായ ഒരു സാഹചര്യം കിട്ടാനില്ല. എല്ലാ കാലത്തും നമുക്ക് നമ്മുടെ മണ്ഡലത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ കിട്ടൂല. ഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ജനിച്ച് ജീവിക്കുന്ന, താമസിക്കുന്ന, തൊട്ടടുത്ത വാർഡിൽ താമസിക്കുന്ന മന്ത്രി, അദ്ദേഹത്തെയാണ് ഇപ്പൊ നമുക്ക് മന്ത്രിയായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മൾ അറിയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അത് പ്രയോജനപ്പെടുത്തി അടുത്ത 2 കൊല്ലം കൊണ്ട് നമുക്ക് ഈ സ്കൂളിനെ ഇന്നുള്ളതിന്റെ ഒരു ഇരട്ടിയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നമുക്ക് ഈ സ്കൂൾ നന്നാക്കിയെടുക്കാൻ നമ്മളെല്ലാം കൂടെ കൂട്ടായിട്ട് പരിശ്രമിക്കണം. ഈ സ്കൂൾ നിലനിർത്തുക. ഇല്ലെങ്കിൽ ഇതൊക്കെ അടച്ചുപൂട്ടി പോയാൽ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും നല്ലൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂള് ഇങ്ങനെ പൂട്ടാൻ പാടില്ല. അതുകൊണ്ട് ആ സാഹചര്യം പ്രയോജനപ്പെടുത്താനുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യം നമുക്കെല്ലാം കൂട്ടായിട്ട് ആലോചിച്ച് മുന്നോട്ട് നീക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ SLC പരീക്ഷ ആയാലും ക്രിസ്മസ് പരീക്ഷ ആയാലും പുസ്തകം കിട്ടാറില്ല. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ പാഠപുസ്തകം, സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ യൂണിഫോം. അപ്പൊ അങ്ങനെ ഒരു ചിട്ടയായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പരീക്ഷകളെല്ലാം കൃത്യമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതെല്ലാം പ്രയോജനപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരമാണത്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലെ നമ്മുടെ ഏറ്റവും ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ അദ്ദേഹം ഈ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നമ്മുടെ വർണ്ണ കൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ 20 വർഷക്കാലം പ്രവർത്തിച്ച നമ്മുടെ ശ്രീലത ടീച്ചർ ഇപ്പൊ യാത്രയപ്പ് നൽകുന്നില്ല, ഒരു സ്നേഹോപഹാരം നമുക്ക് കൊടുക്കാം. യാത്രയപ്പ് നമുക്ക് വരണം, ഭംഗിയായിട്ട് നടത്താം. ഏതായാലും അതും കൂടി ഇന്നിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ മണ്ഡലത്തിലെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഇവിടെ നമ്മുടെ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ശ്രീ മേടയിൽ വിക്രമൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ പത്മകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണമൂല വാർഡ് കൗൺസിലർ ശരണ്യുണ്ട്. അങ്ങനെ കോർപ്പറേഷന്റെ പ്രധാന ചുമതലക്കാരിലൂടെ എത്തിയിട്ട് ഇനിയും പലരും എത്തിക്കൊണ്ടിരിക്കും. ഏതായാലും അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസംരംഭം, നമ്മുടെ സ്കൂളിന്റെ മുഖച്ഛായ മാറ്റുന്ന ഈ നല്ല സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന
ബഹുമാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, നമ്മുടെ മുൻ മന്ത്രിയും നമ്മുടെ MLA യുമായിട്ടുള്ള ശ്രീ ആന്റണി രാജു, സ്വാഗതം പറഞ്ഞ രാജേന്ദ്രൻ, മറ്റ് കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ, മറ്റ് വേദിയിലും ശാസ്ത്രമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഗവൺമെൻറ് UPS വിറവുകര കോട്ടയിലെ പുതുതായി നിർമ്മിച്ച SSK ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുക. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാൻ 141 സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതവും 386 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതവും 446 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതവും കിഫി ധനസഹായം അനുവദിച്ചിരുന്നു. ഇനി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഫണ്ട് ആവശ്യമുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ തുക അനുവദിക്കുന്നതാണ്. സ്കൂളുകളിൽ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും പൈതൃക കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനും നിരാലംബരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്നതിന് മുൻഗണന നൽകും. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. അതിദരിദ്രരായ കുട്ടികൾക്കുള്ള പിന്തുണ ഒരുക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികളെ മികവിലേക്ക് നയിക്കാനായി നടപ്പിലാക്കി വരുന്ന ശ്രദ്ധ പദ്ധതി തുടരുന്നതാണ്. ഗോത്രവർഗ തീരദേശ തോട്ടം മേഖലകളിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പിന്തുണ ഒരുക്കുന്നതിനായി നടപ്പിലാക്കി വരുന്ന സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും ഓരോ വിദ്യാലയത്തെ വീതം തിരഞ്ഞെടുത്ത് പ്രസ്തുത സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കുട്ടികളുടെ അക്കാദമിക മികവ് കൂടി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മോഡൽ സ്കൂൾ പദ്ധതി നടപ്പിലാക്കും. ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ പദ്ധതി, വിദ്യാർത്ഥികളിൽ സാമൂഹ്യ സേവന സന്നദ്ധത വളർത്തിയെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 അധ്യയന വർഷം മുതൽ ആരംഭിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പദ്ധതി, വിദ്യാലയത്തിന് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തെ കുറിച്ച് അറിയുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും താല്പര്യം വിദ്യാർത്ഥികളെ വളർത്തുന്നതിനുമായി നടപ്പിലാക്കുന്ന ജൈവ വൈവിധ്യ ഉദ്യാന വിദ്യാലയങ്ങളിൽ പദ്ധതി, കൗമാരക പ്രായക്കാരായ കുട്ടികളിൽ ശരിയായ മാനസികാരോഗ്യം വളർത്തിയെടുക്കുവാനും സമ്മർദ്ദവും പിരിമുറുക്കവും നേരിടാൻ ആവശ്യമായ ജീവിത നൈപുണ്യം വളർത്തിയെടുക്കുന്നതിനും അതുവഴി കൗമാരക ശക്തിയിലൂടെ ഊന്നിയ പുതിയ വാതിൽപ്പുറങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്ന കൗമാരക വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമത്തോടുകൂടി നടപ്പിലാക്കുന്നതാണ്.
കൂടാതെ സൗജന്യ സ്കൂൾ യൂണിഫോം, പാഠപുസ്തക വിതരണം, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതാണ്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാഴ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള വർണ്ണക്കൂടാരം പദ്ധതി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് UPS വരവൂരക്കോട്ടയിലെ ഈ പുതിയ ഘട്ടത്തിൽ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. വർണ്ണക്കൂടാരം സ്കൂൾ തല നിർമ്മാണ ഉദ്ഘാടനവും ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ MLA ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 87 വർഷം പഴക്കമുള്ള സ്കൂളാണ്. സ്കൂളിൻ്റെ എത്ര കുട്ടികൾ പഠിക്കുന്നു എന്ന് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു. പുതിയ കെട്ടിടം കെട്ടി ഇപ്പോൾ ഓരോ കുട്ടിക്ക് 1 ലക്ഷം രൂപ വേണ്ടി എന്നുള്ള നിലയിലാണ് കണക്ക് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അധ്യാപകർ, അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സ്കൂളിൽ കുട്ടികൾ കൂടുതലായി വരണമെങ്കിൽ സ്കൂളിനെ പറ്റി നല്ലൊരു അഭിപ്രായം ഉണ്ടാവണം. വിറകുവരപ്പെട്ട സ്കൂൾ കുട്ടികൾ അയച്ചാൽ നല്ലവണ്ണം കുട്ടികൾ പഠിച്ച് മിടുക്കന്മാരാവും എന്നൊരു ചർച്ച, ഒരു ബോധം ഈ നാട്ടിൽ ഉണ്ടാവണം. പഠിപ്പിച്ചാലും ശരി, കുട്ടി ജയിച്ചാലും ശരി, കുട്ടി തോറ്റാലും ശരി, എനിക്ക് ശമ്പളം കിട്ടുമെന്നുള്ള നിലപാട് അധ്യാപകരെടുത്താൽ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ, അടുത്ത വർഷം മുതൽ ടീച്ചർമാരുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം പരിശോധന നടത്തുന്നതാണ്. ഇപ്പോൾ ടീച്ചർമാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പെർഫോമൻസ് നോക്കുന്നില്ല. ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ടീച്ചറിനും ഏറ്റവും മോശമായി പഠിപ്പിക്കുന്ന ടീച്ചറിനും ഒരേ റാങ്ക്. അത് മാറുകയാണ്. ഇന്നിപ്പോൾ ഒരു ദിവസം കേരളത്തിലുള്ള മുഴുവൻ അധ്യാപകരും 1 മുതൽ 10 വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും രാവിലെ 9:30 മണി മുതൽ 4:30 മണി വരെ ഒരു ക്ലാസ് നടക്കുകയാണ്. കൃത്യമായി തന്നെ ടീച്ചർമാർ വന്നു. ഞാൻ പറഞ്ഞ അറ്റൻഡൻസ് എടുക്കുന്ന വൈകുന്നേരം 4:30 മണിക്ക് എടുത്താൽ മതി. വരാൻ പോകുന്ന 2 മാസക്കാലം, പരീക്ഷാ മാസക്കാലം, കുട്ടികൾക്ക് റിവിഷൻ, മോശപ്പെട്ട വിഷയങ്ങളിൽ കുട്ടികളെ വീണ്ടും പഠിപ്പിക്കൽ, ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു ദിവസത്തെ ക്ലാസ് കേരളത്തിലെമ്പാടും തന്നെ വച്ചിരിക്കുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചില്ലെങ്കിൽ 50% ഉത്തരവാദിത്തം ടീച്ചറും 50% കുട്ടിയും വീട്ടുകാരും എന്ന് നിശ്ചയിക്കാമല്ലോ നമുക്ക്. ആ ഒരു ബോധം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചടങ്ങ് നിശ്ചയിച്ചത് എൻ്റെ MLA സൗകര്യം നോക്കിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിട്ടു. അതല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഫംഗ്ഷൻ ഇവിടെ വച്ചത് തന്നെ ശരിയായില്ല. അത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ ഫംഗ്ഷൻ ഇന്ന് കേരളത്തിലെമ്പാടും നടക്കുന്ന ഈ ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ക്ലസ്റ്റർ മീറ്റിങ്ങിന് AU എങ്ങനെ അവർക്ക് അനുവാദം കൊടുത്തു എന്ന് എനിക്കറിയില്ല. AU ഉണ്ടോ അവിടെ? എവിടെ? എങ്ങനെ നിങ്ങൾ അനുവാദം കൊടുത്തത്? ശരി, എന്നെ ഡേറ്റ് ബന്ധിച്ചതിന് കുഴപ്പമില്ല. ഇതൊക്കെ ഒരു എടുത്താലൊരു തീരുമാനവും അച്ചടക്കം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അന്ന് ക്ലസ്റ്ററില്ല, കറക്റ്റ്. AUമാരെന്ന് പറഞ്ഞാൽ ആഫീസിൽ കയറി ഇരിക്കേണ്ടതൊന്നുമല്ല. AUമാരെല്ലാം സ്കൂളുകളിൽ പോകണം. വളരെ കഷ്ടമായുള്ള തീരുമാനങ്ങളാണ്. സ്കൂളിൽ എന്ത് നടക്കുന്നു എന്ന് സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. അല്ലെ പിന്നെ AUക്ക് എന്താ ജോലി? ആഫീസിൽ മാത്രം ഇരുന്നാൽ മതിയോ? ഈ ഒരു AUയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. കേരളത്തിലാകെയുള്ള AUയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അധ്യാപകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ MLA പറഞ്ഞു എന്ത് വേണോ ചെയ്തു തരാം. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ നിലയിൽ നമുക്ക് നന്നായി തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൊണ്ടുപോകേണ്ടി കഴിയണം. ഞങ്ങളുടെ നഗരത്തിലെ MLAമാരാണ്. ആ നിലയിൽ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹായവും നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീലത ടീച്ചർ
കഴിഞ്ഞ 23 കൊല്ലമായി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. ടീച്ചർ ഈ വരുന്ന മെയ് 31 റിട്ടയർഡ് ആകുകയാണ്. അപ്പം ടീച്ചർ 1-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ 1-ാം ക്ലാസ് 1-ാം തരമാണെന്ന് നമ്മുടെ AEO തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് ടീച്ചർ റിട്ടയർഡായി പോകുന്നത് ഒരു അനിവാര്യതയാണെങ്കിലും നമുക്കൊരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും നന്നായിട്ടാണ് ടീച്ചർ ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. അപ്പം ടീച്ചറിന് ഒരു ആദരവ് കൊടുക്കണമെന്ന് നമ്മുടെ PTA കമ്മിറ്റിയും SMC കമ്മിറ്റിയും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ടീച്ചറിന് ഒരു ആദരവ് കൊടുക്കുന്നത്. അതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ, നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ, നമ്മുടെ കൗൺസിലർമാർ 2 പേർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തുടർന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ നമ്മുടെ വാർഡ് കൗൺസിലറെ ചുമതലപ്പെടുത്തുകയാണ്.